ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഡോക്ടർ പറഞ്ഞാ മതി എത്രയാ വേണ്ടേന്ന്. നാളെ ബാങ്ക് ഓപ്പൺ ചെയ്ത് ഒരു അരമണിക്കൂറിനുള്ളിലേ ഞാൻ ആ എമൗണ്ട് ഡോക്ടറുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാം. 15 ലക്ഷം. അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 15 ലക്ഷോ? അതെ. ഒരു 7 വർഷമായിട്ട് രാജുവും ഫാമിലിയും ഞങ്ങളുടെ ഒരു വീട്ടിലാ വാടകയ്ക്ക് താമസിക്കുന്നെ. ഞങ്ങളുടെ ബന്ധം മുന്നോട്ടു പോകുന്നതിനിടെ എപ്പോഴും ആരും അറിയാതെ എന്റെ ബ്രദറും രാജുവിന്റെ സിസ്റ്ററും തമ്മില് ഇഷ്ടത്തിലായി. ഞങ്ങളത് അറിഞ്ഞു വന്നപ്പോഴേക്കും അവരുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. അച്ഛന് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്റെ ബ്രദറിന്റെ വിവാഹത്തെക്കുറിച്ച്. പക്ഷെ അതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അവര് രണ്ടുപേരും ചേർന്ന് ഇല്ലാതാക്കി. അതോടെ അച്ഛൻ അവരോട് തീരാത്ത വൈരാഗ്യമായി. രാജുവിനെയും ഫാമിലിയെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനൊക്കെ നോക്കി. അവസാനം പാർട്ടിക്കാരൊക്കെ ഇടപെട്ടിട്ടാ ആ തീരുമാനത്തിൽ നിന്ന് അച്ഛനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അച്ഛൻ നല്ല വാശിയിലായിരുന്നു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതുകൊണ്ട് അതേ കുടുംബത്തിലേക്ക് എന്റെ മകളെ കൊടുക്കില്ല എന്നുള്ള വാശിയില്ല ഇപ്പൊ അച്ഛൻ. അത് മാത്രമല്ല, അച്ഛനിപ്പോ എനിക്ക് വേറെ വിവാഹാലോചനകൾ നോക്കുന്നുണ്ട്. അച്ഛനെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്നെ കൊണ്ടാവുന്ന എല്ലാ വഴികളും ഞാൻ നോക്കി ഡോക്ടർ. പക്ഷേ അതിലൊന്നും വിജയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോ ഇതാ എന്റെ അവസാനത്തെ പ്രതീക്ഷ. അമ്മയാ പറഞ്ഞത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാ അമ്മ പറയുന്നത് എന്തും അച്ഛൻ കേൾക്കുമെന്ന്. ഒരു ജീവൻ മരണ പോരാട്ടമായിട്ടാ ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഡോക്ടർ ഞങ്ങളെ സഹായിക്കണം. ഡോക്ടർ കൂടി എന്നെ കൈവിട്ട എന്റെ മുന്നില് മരണം മാത്രമേ ഉള്ളൂ. രാജുവിനെ എനിക്ക് കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഡോക്ടർ. കുട്ടി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയാ കുട്ടി ഇതൊക്കെ ചെയ്യുന്നത്? ഞാനൊരു ഡോക്ടറല്ലേ. ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു എത്തിക്സ് വേണ്ടേ? ഇതൊക്കെ മെഡിക്കൽ എത്തിക്സിന് എതിരാണ്. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല ഡോക്ടർ. എന്റെ ഈ ജീവിതത്തില് ഡോക്ടർക്കല്ലാതെ മറ്റാർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല. വെറുതെ വേണ്ട. ഡോക്ടർ പറയുന്ന ഈ കള്ളത്തിന് ഞാൻ പറയുന്നത് മോശമാണോ ബുദ്ധിയില്ലായ്മയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാ, ഡോക്ടർ പറയുന്ന ഈ കള്ളത്തിന് ഡോക്ടർക്കൊരു വില നിശ്ചയിക്കാം. അത് ഞാൻ തരാം. ഇത് 1 ലക്ഷം രൂപയുണ്ട് ഡോക്ടർ. ഇതൊരു അഡ്വാൻസ് ആയിട്ട് കണക്കാക്കിയാൽ മതി. പ്ലീസ് ഡോക്ടർ. എത്ര നാളായടാ കണ്ടിട്ട്? ഒരു കോള് പോലും ചെയ്തില്ലല്ലോ നീ. ഈ പറയുന്ന നീ എന്നെ വിളിക്കാറുണ്ടോ? എനിക്ക് നല്ല തിരക്കല്ലേടാ. ഹോസ്പിറ്റല്, പേഷ്യൻസ്, അത് കഴിഞ്ഞ വീട്ടിലെ കൺസൾട്ടേഷൻ, അങ്ങനെ നല്ല തിരക്ക. അല്ല, നീ വെറുതെ ഇറങ്ങിയതാണോ അതോ എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമുണ്ട്. എനിക്ക് നിന്റെ വലിയൊരു സഹായം ആവശ്യമുണ്ട്. പോരട്ടെ, ആവശ്യങ്ങൾ ഇങ്ങോട്ട് ഇറക്കി വിട്. വേറൊന്നുമല്ല, ഒരാളുടെ വെർജിനിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. വെർജിനിറ്റിയോ? എന്താ സംഭവം? ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഓ മൈ ഗോഡ്, അങ്ങനെ അത് സംഭവിക്കാൻ പോവല്ലേ? അതെ. ആരാ പെണ്ണ്? മിനിസ്റ്റർ പ്രതാപ് വർമ്മയുടെ മകളാണ്, ഹൃതിക. ഈ പെൺകുട്ടിക്ക് ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്. അതായത് ആദ്യം അവളുടെ വിവാഹം ഫിക്സ് ചെയ്തതാ. ആ കല്യാണം മുടങ്ങാൻ വേണ്ടി അവൾ അവിടെ നിന്ന് ഒളിച്ചോടി പോയത് വർമ്മയുടെ ഒരു PA ഉണ്ട്,
രാജു. അവന്റെ കൂടെ പോയത്. അവര് പക്ഷെ കല്യാണം കഴിച്ചതൊന്നുമല്ല. അവൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി താമസിപ്പിച്ചതാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ആണും പെണ്ണും അല്ലേ, എന്തു വേണമെങ്കിലും സംഭവിക്കാലോ. അതിപ്പോ കുറച്ച് പൊടി കലക്കി കൊടുത്തിട്ടാണെങ്കിലും അവന് കാര്യം സാധിക്കാമല്ലോ. അതുകൊണ്ട് എനിക്കൊരു ക്ലാരിറ്റി വേണം. ഇപ്പൊ അവക്ക് ചെറിയൊരു പൊള്ളല് പറ്റിരിക്കുക. അതിന്റെ പേരിലാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇതൊക്കെ നോക്കൂ? അതിലൊന്നും ഒരു കാര്യമില്ല. ആസ് എ ഡോക്ടർ ഞാൻ പറയുവാണ്, യു ജസ്റ്റ് ക്യാരി ഓൺ. എന്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുതായി കാണുന്ന ഒരു കാര്യമാണിത്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി പരിശുദ്ധയായിരിക്കണം. അതെനിക്ക് നിർബന്ധം. ഉറപ്പാണോ? വെർജിനിറ്റി ടെസ്റ്റ് എടുക്കണോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് അറിഞ്ഞേ പറ്റൂ. കുട്ടി, ഈ ക്യാഷ് തന്നതുകൊണ്ടല്ല ഞാൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. കുട്ടിയുടെ സാഹചര്യം മനസ്സിലായതുകൊണ്ടാ. താങ്ക് യു ഡോക്ടർ. കുട്ടിയുടെ അച്ഛൻ പുറത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ സംസാരിക്കാം. അച്ഛൻ എത്തിയിട്ടില്ല ഡോക്ടർ. എത്തുമ്പോ ഞാൻ ഡോക്ടറോട് പറയാം. ശരി. വേറെ ആരും കൂടെയില്ലേ? ഉണ്ട്. രാജുവിന്റെ അളിയനും പുറത്തു നിൽപ്പുണ്ട്. അവരോട് ഞാനിത് പറയണോ? വേണം ഡോക്ടർ. അല്ലെങ്കിൽ ഈ കള്ളം പൊളിയാനുള്ള സാധ്യത കൂടുതലാണ്. അത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് ഡോക്ടർ അവരോടൊന്ന് പറയണം. പിന്നെ പേഷ്യന്റിന്റെ എന്തെങ്കിലും ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ സാധിച്ചു കൊടുക്കണമെന്നും പറയണം. അങ്ങനെ പറയുന്നത് എന്തിനാ? അല്ല, നമ്മളൊരു കള്ളമല്ലേ മാഡം പറയുന്നേ, അപ്പോ അതൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാ. ശരി, എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമല്ലേ, അതും മെഡിക്കൽ എത്തിക്സ് ഒക്കെ മറന്നിട്ട്. അപ്പോ അതിനുള്ളൊരു പ്രതിഫലം ഞാൻ അർഹിക്കുന്നുണ്ടല്ലോ. ആ, തീർച്ചയായും. ഡോക്ടർ പറഞ്ഞാ മതി എത്രയാ വേണ്ടേന്ന്. നാളെ ബാങ്ക് ഓപ്പൺ ചെയ്ത് ഒരു അരമണിക്കൂറിനുള്ളിലേ ഞാൻ ആ എമൗണ്ട് ഡോക്ടറുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാം. 15 ലക്ഷം. അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 15 ലക്ഷോ? അതെ. എന്തെങ്കിലും മാറ്റം ഉണ്ടായാ എനിക്ക് തിരുത്തി പറയേണ്ടി വരും. മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ഡോക്ടർ. ശരി. രുക്മിണിയുടെ കൂടെ വന്നത് നിങ്ങളല്ലേ? അതെ ഡോക്ടർ. പേഷ്യന്റ് കുറച്ച് ക്രിട്ടിക്കലാ. നോവിനാലേ